ഒന്നും വേണ്ട. ഈ ജീവിച്ച എത്രയും നാള് മനുഷ്യർക്ക് കൊള്ളാത്തവനായിട്ട് ഞാൻ ജീവിച്ചു. നീ രാജ്യത്വത്തോടെ വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കാവോ? കർത്താവിന് എന്തെല്ലാം മറുപടികൾ പറയായിരുന്നു. യേശു ഒരൊറ്റ മറുപടി കൊണ്ട് അവന്റെ മനസ്സിനെ തണുപ്പിച്ചിട്ടാണ് കടന്നുപോയത്. നിശ്ചയമായിട്ട് നീ എന്നോട് കൂടെ പർദീസയിലുണ്ടാവും. കണ്ണടയ്ക്കുന്നതിന് മുൻപ് പോലും അടുത്ത് നിൽക്കുന്നവന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ശ്രദ്ധിച്ചൊരു കർത്താവാണ് നമുക്കുള്ളത് കേട്ടോ. ആ ഒരു കർത്താവ് ഇന്ന് ഈ സഭയിൽ ജീവിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ജീവൻ പോകുന്നതിന് മുൻപും കരയുന്ന മനുഷ്യന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ നോക്കി വിളിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ കർത്താവ് ഈ സഭയിൽ ജീവിക്കുന്നുണ്ടേ. വേറൊരു രീതിയിൽ നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കുകയാണ്, കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ശുശ്രൂഷ നമ്മുടെ സഭയിലെ ശുശ്രൂഷകളുണ്ട്. ഏത് ശുശ്രൂഷയാണെന്നറിയാമോ? മനുഷ്യരുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി ഒരു ശുശ്രൂഷയുണ്ട്. കുംഭസാരം എന്നാ അതിന്റെ പേര്, കുംഭസാരം.